ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തെക്കിലേക്ക് കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ സൂപ്പർ അപ്കമിങ് വിശേഷത്തിലേക്ക് സ്വാഗതം. ആരുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു ചാനലാണ്. ഈ ചാനൽ വഴി സുധീഷിനെ നിധിയുടെ കഥയാണ് നമ്മൾ പറയുന്നത്. അപ്പം അപ്കമിങ് വിശേഷങ്ങളിൽ കാണാൻ പോകുന്നത് അങ്ങനെ നിധിയുടെ വീട്ടിൽ എത്തിയിരിക്കുന്ന നിധിയുടെ ഏട്ടത്തി വളരെ പ്രത്യാശയോടെ അല്ലെങ്കിൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് നിധിയുടെ ഏട്ടത്തി വീട്ടിലേക്ക് നിധിയെ കാണാൻ എത്തിയിരിക്കുന്നത്. എന്നാൽ വീട്ടിൽ എത്തിയപ്പം മുതൽ നിധിയുടെ ഏട്ടത്തിയുടെ രൂപവും ഭാവവും ഒക്കെ മാറുന്ന നമ്മൾ കണ്ടു. അങ്ങനെ രാജകൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന നിധി ഇപ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ഒരു വീട്ടിൽ 5 ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിലാണല്ലോ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുക കേട്ടോ. മാത്രമല്ല, അകത്ത് കയറിയ നിധിയുടെ ഏട്ടത്തിക്ക് ആ വീടും പരിസരവുമൊക്കെ കണ്ടിട്ട് അറപ്പാകുകയും അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അറപ്പോടുകൂടി ഇറങ്ങിപ്പോകുന്നൊരു ഭാഗമുണ്ട്. കാരണം നല്ലൊരു ബാത്റൂമില്ല, നല്ലൊരു ഹാളില്ല, നല്ലൊരു ബെഡ്റൂമില്ല, നല്ല ആഹാരം കഴിക്കാൻ നല്ലൊരു പാത്രം പോലും ഇല്ലാതെ ഇരിക്കുവാൻ നല്ലൊരു ചെയർ പോലും ഇല്ലാത്ത ആ വീട്ടിലാണല്ലോ നിധി ഇപ്പോൾ ജീവിക്കുന്നതെന്നൊക്കെ നിധിയുടെ ഏട്ടത്തിക്ക് സങ്കടം തോന്നുകയും അങ്ങനെ നിധിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, മോളെ നീ എന്തിനാണ് എന്തായാലും ഇത് നല്ലൊരു അല്ലെങ്കിൽ ലീഗലായിട്ടുള്ളൊരു കല്യാണമല്ലല്ലോ, പിന്നെ എന്തിനാണ് മോൾ ഇവിടെ ഈ നിധി എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, നിനക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചുകൂടെ, ഒന്നുമല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കെങ്കിലും മാറി താമസിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നിധി അപ്പോഴൊന്നും ഉത്തരം പറയുന്നില്ല. അങ്ങനെ നിധി അതിനൊന്നും ഉത്തരം പറയാൻ പോകുന്ന എന്തായാലും യാത്ര പറഞ്ഞ് വളരെ നിരാശയോടു കൂടിയാണ് ഈ നിധിയുടെ ഏട്ടത്തി അവിടുന്ന് പോകുന്നത്. കാരണം നിധിയുടെ അവസ്ഥ കണ്ട് വളരെ സങ്കടം തോന്നി. അങ്ങനെ പോകാൻ നേരത്ത് സുധീഷിനെ വിളിക്കുക, സുധീഷെ നീ വരാൻ പറയുകയും സുധീഷ് വളരെ പ്രത്യാശയോടുകൂടി എന്തോ നല്ല കാര്യം പറയുവാനായത് എന്നോർത്ത് നിധിയുടെ ഏട്ടത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകട്ടെ. കാറിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ സുധീഷിനോട് ഏട്ടത്തി പറയാണ്, സുധീഷെ നിനക്കറിയാമല്ലോ, നിൻ്റെ ഏട്ടന്മാർക്ക് ഒരു പക്ഷേ നിധിയുടെ അവസ്ഥ അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നിധിയുടെ മുൻകാല ജീവിതമൊന്നും അറിയത്തില്ലായിരിക്കും, അവളുടെ വീടും അറിയത്തില്ലായിരിക്കും. പക്ഷേങ്കിൽ സുധീഷിന് അറിയാമല്ലോ അവളെ എങ്ങനെയാണ് ജീവിച്ചതെന്ന്. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ അവളുടെ അവസ്ഥ എന്താണ്, ഈ ചെറ്റക്കുടലിനകത്ത് വന്ന് അവൾക്ക് ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. നിധി എല്ലാ കാര്യവും എന്നോട് പറഞ്ഞതാണ്. കാരണം നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് സ്വതന്ത്രമായിട്ട് വിടണം, അവളൊന്ന് രക്ഷപ്പെടട്ടെ, നിങ്ങൾ പിടിച്ചു നിർത്തല്, ദൈവത്തെ ഓർത്ത് നിധിയെ ഒന്ന് രക്ഷിക്കണം എന്നൊരു അപേക്ഷ കൊടുക്കുകയാട്ടോ. അപേക്ഷ മാത്രമല്ല, ഒരു മുന്നറിയിപ്പും കൂടെയാണ് നിധിയുടെ ഏട്ടത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ സുധീഷ് ഒന്നും മിണ്ടാതെ വളരെ എളിഫ്യനായി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. ആ സമയത്ത് നിധിക്ക് അവിടെ നിന്ന് മനസ്സിലായി എന്തോ നിധിയുടെ ഏട്ടത്തിൽ സുധീഷിനോട് പറയുന്നത് തന്നെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കിയ നിധി പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുകയും അങ്ങനെ എന്താ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ സുധീഷിനോട് കാര്യം പറയുമായിരുന്നു എന്ന് പറയുകയും അങ്ങനെ നിധിക്ക് ടാറ്റ കൊടുത്ത് അല്ലെങ്കിൽ യാത്ര പറഞ്ഞ് നിധിയുടെ ഏട്ടത്തി പോകുന്നു. അത് കഴിഞ്ഞുള്ള വിശേഷം എന്ന് പറയുന്നതാണ് രസം. അങ്ങനെ വളരെ നിരാശയോട് കൂടിയിരിക്കുന്ന സുധീഷിനെയാണ് കാണുന്നത്. കാരണം നിധിയുടെ ഏട്ടത്തി പറഞ്ഞ ഓരോ വാക്കുകളും സുധീഷിൻ്റെ മനസ്സിൽ ആഴമായിട്ട് കൊള്ളുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണുന്നത് ഒരു ദിവസം സുധീഷ് യാത്ര പോകുന്ന സമയത്ത് അതിനിടയ്ക്ക് പിന്നെയും കാണാൻ പോകുന്നത് മറ്റൊന്നാണ്. നിധിയുടെ ഏട്ടത്തി വീട്ടിൽ വന്നു. അതിനുശേഷം നിധിയുടെ അച്ഛനും ചേട്ടനും കൂടെ ചില പ്ലാനിങ് നടത്തുക, എങ്ങനെയെങ്കിലും നിധിയെ ആ വീട്ടിൽ നിന്ന് രക്ഷിക്കണം. അങ്ങനെ സുധീഷിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് നിധിയെ കൊണ്ടുവരിക, തങ്ങളുടെ അഭിമാനം രക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി നിധിയുടെ അച്ഛനും ഏട്ടനും കൂടെ ചില പ്ലാനിങ് നടത്തുക. അതിന് പ്രകാരം നിധിയുടെ അച്ഛൻ നിധിയെ കാണുവാനും വേണ്ടി സുധീഷിൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ട് കേട്ടോ. ഒരിക്കലും നിധി പോലും വിചാരിക്കാത്ത ഒരു വലിയൊരു കാഴ്ച തന്നെയാണ് കാണാൻ പോകുന്നത്. അങ്ങനെ നിധിയുടെ വീട്ടിലെത്തിയ തൻ്റെ അച്ഛനെ കണ്ടപ്പോൾ നിധിക്ക് വളരെ സന്തോഷമായി. ഒരിക്കൽ സ്വപ്നത്തിൽ പോലും തൻ്റെ അച്ഛൻ തന്നെ കാണാൻ വരില്ല എന്ന് കരുതിയ സ്ഥാനത്ത് ആ വീട്ടിലേക്ക് വരികയും, എന്നാൽ നിധിയുടെ ഏട്ടത്തി വന്ന പോലെയല്ല, നിധിയുടെ ഏട്ടത്തി വീട്ടിൻ്റെ മുറ്റത്ത് വന്നപ്പോൾ തന്നെ ആ വീട് കണ്ടപ്പോൾ വളരെ ഒരു അറപ്പും വെറുപ്പൊക്കെ തോന്നിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നിധിയുടെ അച്ഛൻ അങ്ങനെയല്ല, ഒരു നാടകം കളിച്ച് അവിടെ എത്തിക്കുകയും അങ്ങനെ നിധിയുടെ അച്ഛനെ കണ്ടപ്പോൾ എല്ലാവരും കൂടി അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ അകത്ത് പ്രവേശിക്കുകയും എന്നിട്ട് അവർ നീക്കിയിട്ടിരിക്കുന്ന കസാരയിൽ ഇരിക്കുകയും അവർ കൊടുത്ത ചായയും വെള്ളവും ജ്യൂസും ഒക്കെ സന്തോഷത്തോടു കൂടി കഴിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആശ്ചര്യം തോന്നുക. കാരണം ഒരിക്കൽ നിധിയുടെ ഏട്ടത്തി വന്നപ്പോൾ ആ കൊടുത്ത ചായയോ പലഹാരങ്ങളൊന്നും കഴിച്ചില്ല. അവർ അറപ്പോടുകൂടിയും അത് അവഗണിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ നിധിയുടെ അച്ഛൻ അതെല്ലാം സന്തോഷത്തോടു കൂടി സ്വന്തം വീട്ടിൽ കഴിക്കുന്നത് പോലെ കഴിക്കുകയും അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ചു നിധിയുടെ അച്ഛന്
നിധിയോട് അത്ര സ്നേഹമുണ്ടോ, തൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സുധീഷിനെ ഇഷ്ടപ്പെട്ടു, സുധീഷിൻ്റെ വീട് ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്നൊരു ധാരണയിൽ എല്ലാവരും സന്തോഷിക്കുന്നു. അങ്ങനെ വിശേഷങ്ങൾ പറയുന്നു, കളിച്ചിരികളും തമാശകളും. പഴയ നിധിയെ നമ്മൾ വീണ്ടും കാണുന്നൊരു ഭാഗമുണ്ട്. കാരണം നിധിക്ക് ഒരുപാട് കാലങ്ങളായിട്ട് തൻ്റെ അച്ഛൻ്റെ വാത്സല്യം, സ്നേഹം അനുഭവിച്ചറിയുവാൻ കഴിയാത്ത ആ നിമിഷമായിരുന്നു. എന്നാൽ ഈ വീണ്ടും നിധിയുടെ അച്ഛൻ വന്നതോടുകൂടി അത് തിരിച്ചറിയുകയും അങ്ങനെ നിധി സന്തോഷത്തോടു കൂടി തൻ്റെ അച്ഛനെ യാത്ര അയക്കുന്നൊരു ഭാഗമുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് സുഭാഷിൻ്റെ അടുക്കൽ വന്നിട്ട് നിധിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, ഒരു കാര്യം ചെയ്യും, എന്തായാലും നമുക്ക് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതുവരെയും നടന്നത്, ഇനി അങ്ങനെ പോരാ, നമുക്ക് അവർ ഒന്നിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അവരൊന്നിച്ച് ജീവിക്കട്ടെ, അതുകൊണ്ട് അതിനു മുമ്പ് നിധിയെ ഞാൻ ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണോ. അപ്പോൾ ഇത് കേട്ടപ്പം സുഭാഷ് ഒന്ന് ഞെട്ടി. അപ്പോൾ സുഭാഷിനോട് ഒറ്റയ്ക്കാണെന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ്, ഞെട്ടുമൊന്നും വേണ്ട, ഞാൻ നിധിയെ മാത്രമല്ല സുധീഷിനെ കൂടെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് സുഭാഷ സന്തോഷമാക്കി. അതിനിപ്പോൾ എന്താണ് സാറേ, കൊണ്ടുപോകുന്നതിന് തന്നെ കുഴപ്പം, അത് നല്ലതല്ലേ എന്ന് ചോദിക്കുകയും അങ്ങനെ സുഭാഷിനോട് സമ്മതം മേടിക്കുകയും അങ്ങനെ നിധിയെയും സുധീഷിനെയുമായിട്ട് വീട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നിധിയുടെ അച്ഛൻ നടത്തുന്നു. അങ്ങനെ അത് എല്ലാവരും അറിയുകയും എല്ലാവർക്കും സന്തോഷമാകുകയും നിധിക്ക് അതിലുപരി സന്തോഷമാകുകയും ചെയ്യും. അങ്ങനെ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് തൻ്റെ അച്ഛൻ്റെ സമ്മതത്തോടു കൂടി സുധീഷുമായിട്ട് പോകാൻ യാത്ര തിരിക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന വഴിക്ക് തന്നെ സുധീഷിന് വലിയ വെല്ലുവിളികളൊക്കെ നേരിടുന്ന ഭാഗങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കാണാം. അങ്ങനെ മാത്രമല്ല, നിധിയുടെ വീട്ടിലെത്തിയ സുധീഷിൻ്റെ അവസ്ഥ വളരെ ഡേഞ്ചറായിട്ട് മാറുന്ന അല്ലെങ്കിൽ അപകടകരമായി മാറുന്നതൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.